അതെ, ഞാൻ എൻ്റെ ഓൺ സ്ലാങ്ങിൽ ഒരു ബീഫ് കറി വെക്കുന്നതിൻ്റെ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് 3 വല്യുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 സ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുക. അതിലേക്ക് ഇനി കുറച്ച് വേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. സവാള ഇടുമ്പോൾ ആഡ് ചെയ്യേണ്ടതാണ്, ഞാൻ മറന്നു പോയതാണ് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി 3 സ്പൂൺ മുളകും പൊടി എടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കാം. വാട്ടി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ചൂടാക്കി കൊടുക്കാമെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ചെറിയ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കാം. ഇനി 2 തക്കാളി തിന്നായിട്ട് അരിഞ്ഞത് ഉള്ളിലേക്ക് എടുത്തിട്ട് വാട്ടിയെടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വയന്ന് വരുമ്പോൾ മാത്രം തക്കാളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളകും പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കിയത്, 1/2 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 സ്പൂൺ ഗരം മസാലൻ്റെ പൊടി. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സാക്കി കൊടുക്കണേ. അതിന് ശേഷം ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ബീഫ് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുന്നേ തയ്യാറാക്കി വെച്ച് മസാല തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് ബീഫിൽ അതെല്ലാം പിടിക്കണം, നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് മൂടി വെക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 കൂക്ക്. ഈ കറീൻ്റെ റെസിപ്പി ഭയങ്കര ഈസിയാണ് ആൻഡ് ദ ടേസ്റ്റ് ഈസ് റിയലി ഗുഡ്. ഞാൻ ബീഫ് കറി എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ആക്കാറ്. ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിത് എൻ്റെ ഉമ്മാൻ്റെ കണ്ടുപിടിച്ച റെസിപ്പിയാണ്. എൻ്റെ ഉമ്മ ഇപ്പം ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ കൂടെയും പോവും. ചോറിൻ്റെ കൂടെ പോവും, പൊറോട്ടൻ്റെ കൂടെ പോവും, എന്തിൻ്റെ കൂടെ കറി പോവും കേട്ടോ. മല്ലിച്ചപ്പ് ഇടാൻ പറയാൻ ഞാൻ മറന്നുപോയി, പക്ഷെ നിങ്ങൾ ഇടാൻ മറക്കരുത്. വിസിലെല്ലാം പോയിട്ട് ആ കുക്കർ അങ്ങോട്ട് തുറക്കുമ്പോണ്ടല്ലോ ഒരു അടിപൊളി മണം വരാനുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മളൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് പോവും. കൊതി കൊണ്ടാണ്, ഇറ്റ്സ് ഓക്കെ. നട്ടുച്ചൻ്റെ സമയത്ത് ഇനി കുറച്ച് ചോറും കുറച്ച് തൈരും ആ കറിയും കൂടി കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കും.